നമസ്കാരം. എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഏപ്രിൽ 17 വ്യാഴം. മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ പൃഥ്വിരാജിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിക്കുന്നു. വഖഫ് റദ്ദാക്കരുത്, ഇടപെട്ട് പരമോന്നത കോടതി. കോടതി വഖഫായി പ്രഖ്യാപിച്ച സ്വത്ത് മറിച്ച് പ്രഖ്യാപിക്കാനാകില്ല. അന്തിമ തീരുമാനം കലക്ടർ എടുക്കേണ്ട. വഖഫ് ബോർഡിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ എല്ലാവരും മുസ്ലിങ്ങളാകണം. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. മതവിശ്വാസങ്ങൾ ചവിട്ടിമെതിച്ച് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് സുപ്രധാന തീരുമാനത്തിൽ നിർദ്ദേശങ്ങൾ നൽകി സുപ്രീം കോടതി. കോടതികൾ വഖഫായി പ്രഖ്യാപിച്ച വസ്തുവകകളുടെ പദവി റദ്ദാക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തർക്കങ്ങളിൽ നിയമ നടപടി തുടരാമെങ്കിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള കലക്ടർമാരുടെ അധികാരം മരവിപ്പിക്കും. വഖഫ് ബോർഡിലും കേന്ദ്ര വഖഫ് കൗൺസിലിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെ എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണമെന്നും നിർദ്ദേശിച്ചു. സുപ്രധാനമായ ഈ 3 നിർദ്ദേശങ്ങളുമായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ബിൽ മുനമ്പം ജനതയെ BJP പറഞ്ഞു പറ്റിച്ചു. രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള BJP നീക്കത്തെ പ്രതിപക്ഷ നേതാവ് പിന്തുണയ്ക്കുന്നു. മുനമ്പത്തെ ജനങ്ങളുടെ ആവശ്യം ന്യായം. മുനമ്പം ജനതയെ സംരക്ഷിക്കും. വഖഫ് നിയമ ഭേദഗതി ബില്ലിന്റെ പേരിൽ മുനമ്പം ജനതയെ പറഞ്ഞു പറ്റിക്കാനാണ് BJP ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുനമ്പത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ്. അതിന്റെ പരിഹാരത്തിനാണ് സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും ആ ജനതയെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടിയും സർക്കാർ കൈക്കൊള്ളുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ മുനമ്പത്ത് എത്തിച്ച് BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തി. എന്നാൽ മന്ത്രിയുടെ വായിൽ നിന്ന് സത്യം പുറത്തു വീണു. ഭേദഗതിയുടെ മാത്രം മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കില്ലെന്ന് മന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. അതോടെ BJP കൊട്ടിഘോഷിച്ച വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞു. പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരണമെന്നാണ് കേന്ദ്രമന്ത്രിയും പറയുന്നത്. കുട്ടി നന്നായി പഠിക്കുന്നുണ്ടോ അറിയാം സഹിതത്തിൽ. കുട്ടിയുടെ പഠന നിലവാരം അറിയാൻ സ്കൂൾ PTA മീറ്റിംഗ് വരെ കാത്തിരിക്കേണ്ട കാലം മാറുന്നു. ഇനി ഓരോ വിദ്യാർത്ഥിയുടെയും സമഗ്ര പുരോഗതി രേഖ, ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായുള്ള സഹിതം പോർട്ടൽ വഴിയാണ് ഇതെത്തുന്നത്. CMRL കേസിൽ SFIക്കെതിരെ തിരിച്ചടി. തുടർ നടപടി ഹൈക്കോടതി തടഞ്ഞു. CMRL ഫയൽ ചെയ്ത ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. എതിർകക്ഷികൾ ഞായറാഴ്ചയ്ക്കകം മറുപടി നൽകണം. CMRL എക്സാലോജി കരാറിൽ ക്രമക്കേട് ആരോപിച്ച് കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാർ ഫ്രോഡുകളായിരിക്കാം. ശരിക്കും പ്രത്യേക കോടതിയിൽ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടിലെ തുടർ നടപടി നിർത്തിവെക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കോട്ടുക്കൽ ക്ഷേത്രത്തിലെ ഗണഗീതാലാപനം RSS നേതാക്കളെ കക്ഷി ചേർക്കും. ദേവസ്വം ബോർഡ് റിപ്പോർട്ട് തേടി. കൊല്ലം പൂരം കുടമാറ്റത്തിൽ RSS സ്ഥാപകന്റെ ചിത്രം. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കൊല്ലം പൂരം കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം. സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിജിലൻസ് SPയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടത്തും. ഇവന്റെയൊക്കെ പടം എന്തിനാണ് ഇതിനകത്ത് വെക്കുന്നത്? RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം കൊല്ലം പൂരം കുടമാറ്റത്തിൽ ഉയർത്തിയപ്പോൾ അതെ RSS തുഴഞ്ഞു കയറുന്ന പണികളാണ് കാണുന്നത്. RSS നീക്കം ആസൂത്രിതം. പ്രതിഷേധവുമായി വിശ്വാസികളും.
കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയരാൻ ഇടയായത് RSSന്റെ ആസൂത്രിത നീക്കം. ക്ഷേത്രം ഭരണത്തിൽ മുമ്പുണ്ടായിരുന്ന RSS മേൽക്കോയ്മ ഇക്കുറി നഷ്ടമായതോടെ നിയന്ത്രണം വിട്ട് നിയമലംഘനത്തിന് തീരുമാനിക്കുകയായിരുന്നു. RSS BJP ജില്ലാ നേതൃത്വവുമായി ആലോചിച്ചുറപ്പിച്ചാണ് ഇത്തരം നീക്കത്തിന് പുതിയ കാവ് ക്ഷേത്രം കമ്മിറ്റി തയ്യാറായതെന്നാണ് സൂചന. കടവൂർ ക്ഷേത്രത്തിലെ RSS കൊടിതോരണങ്ങൾ മാറ്റിയില്ല. ദേവസ്വം ബോർഡ് ക്ഷേത്രമായ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടികൾ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ സംഘടനകളുടെയോ അവയുമായി സാമ്യമുള്ളതോ ആയ കൊടികൾ സ്ഥാപിക്കരുതെന്ന ഹൈക്കോടതിയുടെയും ദേവസ്വം ബോർഡിൻ്റെയും നിർദ്ദേശം പാലിക്കാതെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി. ഉത്സവത്തിന് ഗണഗീതം, ഹൈക്കോടതി നിർദ്ദേശം. RSS ഹുങ്കിനേറ്റ തിരിച്ചടി. വിശ്വാസികളെ വെല്ലുവിളിച്ച് ക്ഷേത്രോത്സവത്തിൽ ഗണഗീതം പാടിച്ച RSSന് തിരിച്ചടി. തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലെ കടക്കൽ കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ RSS ഗണഗീതം പാടിയ സംഭവത്തിലാണ് പ്രാദേശിക RSS നേതാക്കളെ കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചത്. വഖഫ് വിഷയത്തിൽ ലീഗിന് ഇരട്ടത്താപ്പ്. മുഖ്യമന്ത്രി തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൻ്റേത് വഖഫ് ഭൂമിയല്ലെന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം വ്യക്തമാക്കണം. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് വഖഫ് വിഷയത്തിൽ ലീഗിന് ഇരട്ടത്താപ്പ്. മുഖ്യമന്ത്രി തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൻ്റേത് വഖഫ് ഭൂമിയല്ലെന്ന നിലപാട് എടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം വ്യക്തമാക്കണം. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗിൻ്റേത് വിചിത്രമായ നിലപാടാണ്. വഖഫ് വിഷയം കാപട്യപൂർണമായാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് തെളിയിക്കുന്നതാണിത്. പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വഖഫല്ലെന്ന നിലപാടെടുക്കാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത് 50,401 കുടുംബം. 3,141 വീട് നിർമ്മാണം പൂർത്തിയായി. ധർമ്മടം ആദ്യ അതിദാരിദ്ര്യമുക്ത നിയോജക മണ്ഡലം. 700 കൈക്കൂലിക്കാർ നിരീക്ഷണത്തിൽ. വിട്ടുവീഴ്ചയില്ല അഴിമതിയോട്. 3 മാസത്തിനിടെ അഴിമതിക്കാരായ 36 പേർ അറസ്റ്റിൽ. KM എബ്രഹാമിന്റെ കത്തിൽ പരിശോധനയ്ക്ക് ശേഷം നടപടി. തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം കത്ത് തന്നിട്ടുണ്ടെന്നും ആവശ്യമായ പരിശോധനയ്ക്ക് ശേഷം വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുനമ്പത്ത് BJPയുടെ വഞ്ചന തെളിഞ്ഞു. സമരസമിതി കടുത്ത പ്രതിഷേധത്തിൽ. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സായാൽ മുനമ്പം ഭൂമി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് പ്രഖ്യാപിച്ച BJPയും കേന്ദ്ര സർക്കാരും വഞ്ചിച്ചെന്ന് വ്യക്തമായതോടെ കടുത്ത പ്രതിഷേധം ഉയർത്തി മുനമ്പം നിവാസികൾ. കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ചൊവ്വാഴ്ച മുനമ്പത്തെത്തിയപ്പോൾ നിലപാട് മാറ്റിയതാണ് ശക്തമായ പ്രതിഷേധത്തിന് തിരികൊളുത്തിയത്. കേന്ദ്രം ശ്രമിച്ചത് ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം വളർത്താൻ. MP ഗോവിന്ദൻ. മുനമ്പം വിഷയത്തിൽ കേന്ദ്രമന്ത്രിക്ക് എന്നല്ല ആർക്കും ഉറപ്പുകൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നുള്ളതെന്നും ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷം വളർത്തിയെടുക്കാനാണ് അവരാലോചിച്ചതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞു. KK രാഗേഷിന് അഭിനന്ദനം. ദിവ്യ S അയ്യരെ അധിക്ഷേപിച്ച് കോൺഗ്രസുകാർ. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ ദിവ്യ S അയ്യർ പങ്കുവച്ച അഭിനന്ദനക്കുറിപ്പിൽ വിരളി പൂണ്ട് കോൺഗ്രസുകാർ. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലുള്ള KK രാഗേഷിന്റെ പ്രവർത്തനങ്ങളെ കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചം എന്ന് വിശേഷിപ്പിച്ചാണ് ദിവ്യ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. പിന്നാലെ സൈബർ ഇടത്തിലും നേരിട്ടും രൂക്ഷമായ ആക്രമണമാണ് കോൺഗ്രസുകാർ നടത്തുന്നത്. സഭ്യതയുടെ സീമ ലംഘിക്കുന്നതായി പല കമന്റുകളും കോൺഗ്രസ് നേതാവ് K മുരളീധരനും ദിവ്യയെ അധിക്ഷേപിച്ച് രംഗത്തെത്തി. പിണറായിയുടെ പാദസേവ ചെയ്യുന്ന ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ കൂട്ടത്തിലൊരു മഹതിയാണ് ഈ പോസ്റ്റ് ഇട്ടത് എന്നായിരുന്നു മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ദേശാഭിമാനി എഡിറ്റോറിയൽ. നാഷണൽ ഹെറാൾഡ് കോൺഗ്രസ് പ്രതിസന്ധിയിൽ. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും 1ഉം 2ഉം പ്രതികളായതോടെ കടുത്ത പ്രതിസന്ധിയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങാതിരിക്കാൻ കോൺഗ്രസ് നേതൃത്വം എല്ലാ ശ്രമവും നടത്തി. ED കേസിനെതിരായി ഹൈക്കോടതിയെയും സുപ്രീംകോടതിയും സമീപിച്ചു. എന്നാൽ നടപടികൾ തുടരട്ടെ എന്ന നിലപാടാണ് ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും സ്വീകരിച്ചത്.
ഡൽഹി ഹൈക്കോടതിയാകട്ടെ ഒരു പടി കൂടി കടന്ന് ക്രിമിനൽ ദുരുദ്ദേശവും പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണെന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡൽഹിയിലെ പ്രത്യേക PMLA കോടതിയും കുറ്റപത്രം സ്വീകരിച്ച് തുടർ നടപടികളിലേക്ക് കടന്നു. മറ്റു പല പ്രതിപക്ഷ പാർട്ടികളെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുമ്പോൾ ആഹ്ലാദിക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്നാൽ സ്വന്തം നേതാക്കൾ പ്രതികളായതോടെ രാഷ്ട്രീയ പകപോക്കലാണെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരളത്തിലും മറ്റും EDയെ പ്രകീർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അതേ ED ഓഫീസുകളിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയത് അവരുടെ ഇരട്ടത്താപ്പ് കൂടുതൽ വെളിപ്പെടുത്തുകയാണ്. MA ബേബിയെ സന്ദർശിച്ച് ചൈനീസ് അംബാസഡർ ന്യൂ പെയോങ് ഡൽഹി AKG ഭവനിൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം R അരുൺകുമാർ സമീപം. ഇന്ത്യയിലെ ചൈനീസ് അംബാസഡറിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം AKG ഭവനിലെത്തി CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തി. അംബാസഡർ സുഫൈ സോങ്, നയതന്ത്ര ഉദ്യോഗസ്ഥൻ ചൗഹാൻ, ഗൗഡോങ് ഡോങ് എന്നിവരടങ്ങിയ സംഘം ബുധൻ പകൽ 3:00-ഓടെയാണ് എത്തിയത്. MA ബേബിയെ അംബാസഡർ സുഹൈ അഭിനന്ദിച്ചു. പ്രതിപക്ഷ നേതാക്കളും ലക്ഷ്യമിട്ടുള്ള കേന്ദ്രവേട്ട എല്ലാ ഘട്ടത്തിലും CPIMന് എതിർപ്പ്. MA ബേബി ചില പാർട്ടികൾക്ക് എതിർപ്പ് അവരുടെ നേതാക്കൾക്കെതിരെ നീക്കം ഉണ്ടാകുമ്പോൾ മാത്രം. റോബർട്ട് വദ്രയെ രണ്ടാം ദിനവും ചോദ്യം ചെയ്തു. ഹരിയാന ഗുഡ്ഗാവിലെ ഭൂമി ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ തുടർച്ചയായ രണ്ടാം ദിവസവും മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. വ്യാഴാഴ്ചയും ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഒരു കേസിൽ രക്ഷപ്പെടാൻ 173 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തതാ, പിന്നെയും ചോദ്യം ചെയ്യലോ? അത് ശരി, ചതിയാണ്, ചതി. സോണിയയ്ക്കും രാഹുലിനും എതിരായ ED കുറ്റപത്രം. 5000 കോടി ആസ്തി ഉണ്ടാക്കിയെന്ന്. ആസ്തി തട്ടാൻ ക്രിമിനൽ ഗൂഢാലോചന നടത്തി 7 വർഷം തടവ് വിധിക്കണമെന്ന് ആവശ്യം. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതികളായ സോണിയ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിൽ ഗുരുതര ആരോപണങ്ങൾ. കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡിന്റെ പ്രസാധകരായ അസോസിയേറ്റ് ജേണൽസ് ലിമിറ്റഡ് കമ്പനിയുടെ 2000 കോടി രൂപ മൂല്യമുള്ള ആസ്തികളുടെ ഗുണഭോക്താക്കളാകാൻ ഇരുവരും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രധാന ആരോപണം. ഹരിയാനയിൽ 50 വർഷം പഴക്കമുള്ള മസ്ജിദ് പൊളിച്ചു. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു നീക്കി. BJP ഭരിക്കുന്ന ഹരിയാനയിലെ ഫരീദാബാദിൽ 50 വർഷം പഴക്കമുള്ള മസ്ജിദ് പോലീസും മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതരും ചേർന്ന് ബുൾഡോസറുകൾ കൊണ്ട് പൊളിച്ചു നീക്കി. പ്രിൻസിപ്പലിന്റെ ഓഫീസ് ചാണകം പൂശി വിദ്യാർത്ഥികൾ. ചാണകം ചൂട് കുറയ്ക്കുമെന്ന് പ്രിൻസിപ്പൽ ക്ലാസ് മുറികളിൽ ചാണകം തേച്ച് വിദ്യാർത്ഥികളുടെ അനുമതിയില്ലാതെ. ചൂട് കുറയ്ക്കാനെന്ന പേരിൽ ക്ലാസ് മുറികളിൽ ചാണകം തേച്ച പ്രിൻസിപ്പലിന്റെ ഓഫീസ് മുറി ചാണകം പൂശി വിദ്യാർത്ഥികൾ. ഡൽഹി സർവകലാശാല ലക്ഷ്മിഭായ് കോളേജ് പ്രിൻസിപ്പൽ പ്രതീഷ് വത്സലയുടെ ഓഫീസ് ചുവരിലാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് റോണക് ഖത്രയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ചാണകം പൂശിയത്. 13 വത്സല കോളേജിലെ C ബ്ലോക്ക് ക്ലാസ് മുറികളിൽ ചാണകം പൂശുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു. ഭയങ്കര ചൂടാണെങ്കിൽ ക്ലാസ്സിൽ എന്തിനാണ് ഈ ചാണകം പൂശുന്നത്? പ്രിൻസിപ്പാളിന്റെ ദേഹം മുഴുവൻ ചാണകം പൂശി ഇറങ്ങിയാൽ പോരെ? ഭാഷ കൊണ്ട് ഭിന്നിപ്പിക്കരുത് സുപ്രീം കോടതി. ഭാഷയ്ക്ക് മതവുമായി ബന്ധമില്ലെന്നും ഭാഷയെ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കരുതെന്നും സുപ്രീം കോടതി. മഹാരാഷ്ട്രയിലെ അകോളയിലുള്ള ഭട്ടൂർ നഗരസഭയുടെ ദിശാസൂചകങ്ങളിൽ നിന്ന് ഉറുദു ഭാഷ നീക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ VS ജോയി, സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ജീവിക്കുന്ന നേതാവ് KPS ആബിദ് തങ്ങൾ. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ജീവിക്കുന്ന രാഷ്ട്രീയ നേതാവാണെന്ന് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മുൻ KPCC അംഗം KPS ആബിദ് തങ്ങൾ. DCC പ്രസിഡന്റിന്റെ ഏകാധിപത്യം. KPS ആബിദ് തങ്ങൾ കോൺഗ്രസ് വിട്ടു. VS ജോയി പക്വതയില്ലാത്ത KSU നേതാവിനെ പോലെ പെരുമാറുന്നു. 5 മാസം മുമ്പ് കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകിയിരുന്നു ആബിദ് തങ്ങൾ. മുണ്ടക്കൈ ടൗൺഷിപ്പ് മാതൃകാ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു.
ഉരുൾ ദുരന്തബാധിതർക്കായി കൽപ്പറ്റയിൽ ഒരുങ്ങുന്ന മുണ്ടക്കൈ ടൗൺഷിപ്പിലെ ആദ്യ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു.